നന്നായിരിക്കുന്നു. നല്ല വർക്ക്, നല്ല സ്റ്റോറി, നല്ല പെർഫോമൻസ്. ബേസിൽ സാറിന്റെ ഉഗ്രൻ സാർ. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ള സന്ദേശം ഇതിലൂടെ പോകുന്നുണ്ട്. ബേസിൽ ജോസഫ് ഇതുവരെ കണ്ട സിനിമകളിലൊക്കെ ഒരുപാട് വ്യത്യസ്തമായിട്ട് വളരെ നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ കുറേ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എനിക്ക് അതിനകത്ത് വലിയ ഇഷ്ടപ്പെട്ടു. പിന്നെ സഞ്ചാരമായിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ പുതിയ പുതിയ ആൾക്കാർക്കെല്ലാം അവസരം കൊടുക്കുന്നുണ്ട്. നല്ല ഒരു സിനിമയാണ്. കൊച്ചു സിനിമ. ഫാമിലിയായിട്ട് പോകാൻ കാണാൻ പറ്റുന്ന നല്ല പടം. പടം നല്ല സൂപ്പർ ആയിട്ടുണ്ട്. ഫാമിലി തിരിച്ചു വരാൻ പോകുന്ന സിനിമയായിരിക്കും. ഫാമിലി തിയേറ്ററിലേക്ക് കൂട്ടത്തോടുകൂടി വരാൻ പോകുന്ന സിനിമയായിരിക്കും. ചേച്ചി പടകരുണ്ട്. ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യണോ? അടിപൊളി പടം, അടിപൊളി മസ്റ്റ് വാച്ച്. പടം ഇഷ്ടപ്പെട്ടോ? ചേച്ചി പടയുണ്ട്. ചേട്ടാ പടയുണ്ട്. സന്തോഷം. ആൾക്കാർക്ക് എന്താണ് തോന്നുന്നതെന്ന് പറയും. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഓവറോൾഡാണ്. അതായത് ഇങ്ങനെ ഒരു ഭയങ്കര പേഴ്സണൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. കുറേ കാലമായിട്ട് ഈ സിനിമയുടെ കൂടെ സഞ്ചരിക്കുന്നു. അപ്പോൾ ആ ക്യാരക്ടറും ഭയങ്കര പേഴ്സണലാണ്. CP അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ അത് ഇങ്ങനെ തിയേറ്ററിൽ ഇത്രയും റെസ്പോൺസ് കിട്ടുമെന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. അറിയില്ല ഇനി ബാക്കി. ഇപ്പം നമ്മളെല്ലാവരും പരിചയക്കാരുടെ ഷോ ആണ്. അതുകൂടെ കഴിഞ്ഞിട്ട് സാധാരണ ആൾക്കാരുടെ ഷോയും കൂടെ കണ്ടിട്ടാണ് എന്താണ് ശരിക്കുള്ള റെസ്പോൺസ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങൾ പേഴ്സണലി ഹാപ്പിയാണ്. ഈ സിനിമ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണെങ്കിലും പക്ഷേ ഞങ്ങൾ ചെയ്ത വർക്കിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. നോ റിഗ്രറ്റ്സ്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ്. അത് നന്നായി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല പടമാണ്. നിങ്ങൾക്ക് എന്താ തോന്നി? അത് പറയാതെയോ? ഇഷ്ടപ്പെട്ടോ? അത്രേ ഉള്ളൂ. എല്ലാവർക്കും പടം ഇഷ്ടപ്പെടുന്നുണ്ട്. പടം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ വന്ന് തിയേറ്ററിൽ വന്ന് കാണുക. ഞാൻ ഒരു കോമഡി സീനായിരിക്കും. കോമഡിയേ അല്ല, ആ പരിപാടിയെ പിടിക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീൻ ആദ്യം ചെയ്യാൻ പറ്റി. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യുക. നല്ലൊരു പടമാണ്. എല്ലാവരും പണം വിജയിപ്പിക്കുക. ഞാൻ പറഞ്ഞു കുറേ പുതുമുഖ ഞങ്ങൾ ഒരുപാട് പേരെ ഓഡിഷൻ ചെയ്ത് എടുത്തവരാരും വെറുതെ വന്നു പോയിട്ടില്ല. എല്ലാവർക്കും ഞങ്ങളുടേതായ സ്പേസ് തന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഭയങ്കര നന്ദിയുണ്ട്. സാറിൻ്റെ ഫസ്റ്റ് പടമാണ്. ഞങ്ങളെയൊക്കെ പോലുള്ള കുറേ ആൾക്കാർക്ക് കൊമേഴ്ഷ്യൽ മൂവി ഇത്രയും നല്ല ആർട്ടിസ്റ്റായിട്ടുള്ള ഒരു പടത്തിന് ഭാഗമാണെന്ന് എനിക്ക് സന്തോഷം. 1% എൻ്റർടൈനർ എന്നൊക്കെ പറയുന്ന ഒരു സിനിമയാണ്. പൊന്മാൻ തന്നെയാണ്. ഇതിൽ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ആകർഷിച്ചവരുകളാണ്. ഇപ്പോൾ ആവേശത്തിലാമ്പാനും തുടർച്ചയായ വിജയചിത്രങ്ങളോടെയുള്ള ബേസിലും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ. ആ കോമ്പിനേഷൻ ഈ സിനിമയിൽ അതിഭയങ്കരമായിട്ട് വർക്കായിട്ടുണ്ട്. ആ കോമ്പിനേഷൻ മാത്രമല്ല, ഈ സിനിമയുടെ കാസ്റ്റിംഗ് എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് ക്യാച്ച് ആയിട്ടുള്ള ഇവർ പല എന്താ പറയുക, ഇതിനകത്ത് ചെറിയ ചെറിയ വാചകങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല ഇമ്പാക്റ്റാണ്. കൂടുതൽ ഡെപ്തിലുള്ള സംഭവങ്ങളാണ്. ഏറ്റവും ക്യാച്ച് ആയിട്ട് തോന്നിയത് ബേസിലിൻ്റെ ക്യാരക്ടർ ഇതിനകത്ത് പറയുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം എന്താണ്, കിട്ടിയ സമയത്ത് എൻജോയ് ചെയ്യുക, ഇല്ലാത്ത സമയത്ത് ഇതൊരു പോരാട്ടമാണ്. കേൾക്കുമ്പോൾ ആ സമയത്ത് തിയേറ്ററിൽ ചെയ്യേണ്ടത് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ ഏത് ജോലി ചെയ്യുന്ന ഏത് മിഡിൽ ക്ലാസ് സാധാരണക്കാരൻ്റെയും ജീവിതം അങ്ങനെ തന്നെയാണല്ലോ. ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക, ഇല്ലാത്ത സമയത്ത് പോരാടുക എന്നുള്ള ഒരു സംഭവം. അത് അവസാനം നിമിഷം വരെ ആ ഒരു മോട്ടോ ഫോളോ ചെയ്താണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഒരു സാധാരണക്കാർക്ക് വളരെ എളുപ്പത്തിൽ കണക്റ്റ് ആവുന്ന ഒരു സിനിമയാണ്. അതുപോലെ തന്നെ സിറ്റുവേഷൻ ആയിട്ടുള്ള കോമഡികളുണ്ട്. കോമഡിക്ക് വേണ്ടിയുള്ള കോമഡികളുണ്ട്. ഈ ബേസിൽ ചെന്ന് പെടുന്ന ആ ഒരു സിറ്റുവേഷൻ വെച്ചുള്ള കോമഡിയും പിന്നെ വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഇതിൽ അണ്ടർലൈനുള്ള ഒരു ലവ് സ്റ്റോറി ഉണ്ട്. അത് ഒരു ലവ് സ്റ്റോറി എങ്ങനെ പറയാതെ പറയാം. അതാണ് കാരണം. ആ ലവ് സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു, ഞാൻ കൂടുതൽ ഡീപ്പായിട്ട് അതിലേക്ക് പോയാൽ അത് സ്പോയിലറാണ്. പക്ഷേ നമ്മുടെ ഒരു സൊസൈറ്റി ഒരു നോംസിനെ മൊത്തം തെറ്റിക്കുന്ന, പക്ഷേ അതിൽ നമുക്ക് ഒരു തെറ്റും കണ്ടെത്താൻ പറ്റാത്ത ഒരു നല്ല രസകരമായ ഒരു പ്രണയവും അതിനിടയിലൂടെ പോകുന്നുണ്ട്. എല്ലാം കൊണ്ടും ബേസിലിൻ്റെ ഒരു ഗംഭീര പെർഫോമൻസാണ് ഈ സിനിമ. ഇത് തിരിച്ചു വരും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ സിനിമകൾ പല കാലഘട്ടത്തിൽ സൂക്ഷ്മദർശിനിക്ക് മുമ്പേ ചെയ്തതാണെന്നാണ് അറിയപ്പെടുന്നത്. എന്തായാലും ഗംഭീര പെർഫോമൻസ്, നല്ല കാസ്റ്റിംഗ്, മസ്റ്റാൻ പറ്റിയൊരു നല്ലൊരു ചിത്രം. നമ്മുടെ സജിൻ ഗോപു, അതേപോലെ തന്നെ ബേസിൽ ജോസഫിൻ്റെ ബെസ്റ്റ് പെർഫോമൻസ്. ലിജോ മോള് നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ആനന്ദായാലും ദീപക്കായാലും നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്.
എല്ലാം ചേർന്നിട്ടുള്ള നല്ലൊരു കാസ്റ്റിംഗ്, നല്ല കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള കാസ്റ്റിങ്ങും അതേപോലെ ദൃശ്യഭംഗിയും നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലും ക്യാമറ വർക്കുകളൊക്കെ എല്ലാം തികഞ്ഞ നല്ലൊരു കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു നല്ലൊരു ചിത്രം എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെ. സംവിധായകൻ നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു. ടൈറ്റിൽ സോങ് മുതൽ നമ്മൾ കൊല്ലത്തിൽ ഇന്നാവും. കൊല്ലത്ത് പോയിട്ടുള്ളവർക്ക് ഇത് പെട്ടെന്ന് കണക്റ്റഡ് ആവും. അല്ലാത്തവർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് കൊല്ലത്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല. കൊല്ലത്തിൻ്റെ ടേസ്റ്റ് ആയാലും റോഡായാലും സ്ഥലങ്ങളാണെങ്കിലും വളരെ മനോഹരമായി. മൺട്രോതുരുത്ത് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ പരവൂരൊക്കെ തന്നെ വളരെ മനോഹരമായി എക്സ്പ്ലോർ ചെയ്തു. കടലും കായലും ഒക്കെ ഇത്രയും നല്ല മനോഹരമായി കണ്ട ഒരു സാധനം കണ്ടിട്ടില്ല. പക്ഷെ ആ കാഴ്ചയിലൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ആ ഡ്രാമയ്ക്കകത്തേക്ക് പെട്ടെന്ന് ഇൻവോൾവ് ആയി. മൂവി കണ്ടില്ലേ, ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയി പോകും. സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കരമായിട്ട് ത്രില്ഡ് അടിച്ചിട്ട് ഇങ്ങനെ കാണാം വാട്ട് നെക്സ്റ്റ് എന്നുള്ളത്. ഈവൻ നോവൽ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം. ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കല്യാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ്. അത് വളരെ നല്ല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് സംവിധാനം ചെയ്തതാണ്. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഫീലല്ല. തുടക്കം മുതൽ വൃത്തം വരെ ഒരു മുഖ്യധാരയിലുള്ള ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഒരു പ്രേക്ഷകനെന്നുള്ള നിലയിൽ നമുക്കത് ഫീൽ ചെയ്തത്. വളരെ സന്തോഷം. എനിക്കും ഇതിലൊരു ഭാഗമാകാൻ പറ്റി. ചെറിയ സീനിൽ ഞാൻ